പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദിന് ഒളിവിൽ കഴിയാൻ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് NIAയുടെ റിമാൻഡ് റിപ്പോർട്ട്. മട്ടന്നൂരിൽ സവാദിന് താമസ സൗകര്യവും ജോലിയും ശരിയാക്കാൻ SDPA സഹായം ലഭിച്ചെന്നാണ് NIAയുടെ കണ്ടെത്തൽ. ഇവരെയും NIA നിരീക്ഷിച്ചു വരികയാണെന്നാണ് സൂചന. ഷാജഹാൻ എന്ന പേരിലായിരുന്നു പ്രതി 1 വർഷത്തോളമായി മട്ടന്നൂരിനടുത്ത പരിയാരം ബേരത്ത് താമസിക്കുന്നത്. ആശാരിപ്പണി ചെയ്തിരുന്നതായും പ്രദേശവാസികൾ പറയുന്നു. പക്ഷേ ഇത്രയും വലിയ കേസിലെ പ്രതിയായിരുന്നിട്ട് കൂടി എങ്ങനെയാണ് 1 വർഷത്തോളം സവാദ് എന്ന ഷാജഹാൻ ഇവിടെ ഒളിവിൽ കഴിഞ്ഞതെന്നാണ് സംശയം. പ്രാദേശികമായ സഹായം ലഭിക്കാതെ ജോലിയും വാടക വീടും തരപ്പെടുത്താൻ കഴിയില്ല. ഇനി അറിയേണ്ടതും അതുതന്നെയാണ്. പ്രതിക്ക് പ്രാദേശികമായി സംരക്ഷണമൊരുക്കിയത് ആരാണ്? എന്തായാലും പ്രാദേശികമായ സഹായം കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ ഒരു സ്ഥലത്ത് പാർപ്പിക്കാൻ നല്ല സഹായം ഈ സവാദിന് കിട്ടിയിട്ടുണ്ടാവും. സവാദ് എന്ന പേരിലല്ല ഇവിടെ അറിയപ്പെടുന്നത്, ഷാജഹാൻ എന്ന പേരിലാണ്. റിയാസ് എന്ന വ്യക്തിയുടെ കീഴിലായിരുന്നു ഷാജഹാൻ മരപ്പണി ജോലി ചെയ്തിരുന്നത്. റിയാസ് പ്രാദേശികമായ SDPA പ്രവർത്തകനാണ്. ഇവരുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഷാജഹാനെ സംബന്ധിച്ച് കൂടുതൽ ഒന്നും അറിയില്ല. उसका नाम शाहजहां ऐसा ही कुछ मेरे को उतना मालूम नहीं है. मैं 2 रोज से काम करेगा नहीं जास्ती डिटेल मालूम नहीं. പ്രതിയെ ഇത്ര സുരക്ഷിതമായി ഒളിപ്പിക്കാൻ പ്രാദേശികമായ സഹായം ലഭിച്ചിട്ടുണ്ടോ? ആരാണ് പ്രാദേശികമായ സഹായം ലഭ്യമാക്കിയത്? ജോലിയും മറ്റു സഹായങ്ങളും നൽകാൻ ആരൊക്കെ സഹായിച്ചു? ഏതെങ്കിലും സംഘടനകൾ സംരക്ഷണം ഒരുക്കുന്നതിന് സഹായിച്ചിട്ടുണ്ടോ? വ്യക്തത വരേണ്ടുന്ന ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ്. റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.